അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 5-ാമത്തെ സെഷനിലെ ആദ്യത്തെ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബയ്യിനയിലെ ആദ്യ 5 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. 8 ആയത്തുകളുള്ള ഈ അധ്യായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ചുകൊണ്ടാണ് അവതീർണമാകുന്നത്. തൊട്ടു മുമ്പ് സൂറത്തുൽ ഖദറിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ചും അത് ഇറക്കപ്പെട്ട ലൈലത്തുൽ ഖദർ എന്ന രാവിനെ കുറിച്ചുമൊക്കെ പരാമർശിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആ രാവിന്റെ പ്രത്യേകതയും അതിൽ നാം പഠിക്കുകയുണ്ടായി. ഇവിടെ ഈ അധ്യായത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അതിന്റെ അനിവാര്യതയുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അൽ ബയ്യന അഥവാ വ്യക്തമാക്കൽ അല്ലെങ്കിൽ തെളിവ് പറയൽ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ അധ്യായം തഫ്സീറുകളിൽ നോക്കുമ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പായി ആദ്യ ഭാഗത്ത് ഒരു സംഭവം പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. ഒട്ടനവധി തഫ്സീറുകളിലും ആ സംഭവം ഉണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോടായി കൊണ്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. ഉബയ്യ്, അല്ലാഹു സുബ്ഹാനഹു വതആല ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് എന്ന് തുടങ്ങുന്ന ഈ അധ്യായം അത് താങ്കളുടെ മേൽ പാരായണം ചെയ്യുവാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു വളരെ അത്ഭുതത്തോടു കൂടി പ്രവാചകരോടായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, വസമ്മാനി ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ പേരെടുത്തുകൊണ്ട് താങ്കളോട് പറഞ്ഞോ, അഥവാ എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്റെ മേൽ പാരായണം ചെയ്യണം എന്ന് താങ്കളോട് ആജ്ഞാപിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഅം, അതെ ഉബയ്യെ, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു കരയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഈ ഹദീസ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അന്ന ഉബയ്യൻ കാന അസ്റഅ അഖ്ദൻ ലിഅൽഫാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണമാകുമ്പോൾ ആ സന്ദർഭത്തിലെല്ലാം പ്രവാചകരുടെ വാക്കുകൾ വളരെ പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ധൃതിപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. ഫഅറാദ ബിഖിറാഅതിഹി അലൈഹി, അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അധ്യായം ഉബയ്യ് ഇബ്നു കഅബിനെ ഓതി കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഉബയ്യിന്റെ മേൽ പാരായണം ചെയ്യണമെന്ന് റസൂലിനോട് കൽപ്പിച്ചത് അയ്യഖുദ അൽഫാലഹു വയഖറഅ കമാ സമിഅ മിൻഹു. ഈ അധ്യായത്തിലുള്ള പദങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആശയം അത് ഉബയ്യ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും അത് മുഖേന ജനങ്ങളിലേക്ക് അത് പാരായണം ചെയ്തു കൊടുക്കാനും വേണ്ടിയാണ്. ബാക്കിയുള്ളവർ അത് പഠിപ്പിക്കുവാനും വേണ്ടിയായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രവാചകർക്ക് അവതീർണമാകുന്ന വഹീന്റെ വാക്കുകൾ അത് പെട്ടെന്ന് ഒപ്പിയെടുക്കുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിങ്കലുള്ള പരിഗണന ഈ ഹദീസിലൂടെ വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ സംസാരമായ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും താല്പര്യം പ്രകടിപ്പിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിങ്കൽ മഹത്തായ സ്ഥാനമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകരോട് തന്റെ അനുയായിക്ക് ഓതി കേൾപ്പിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വിനയവും അധികരിക്കേണ്ടതുണ്ട് എന്നും, അതേപോലെ തന്നെ സ്ഥാനവും പദവിയും ഉയർത്തപ്പെടുമ്പോൾ അഹങ്കാരത്തിന്റെ കണിക പോലും വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകരുത് എന്ന പാഠവും ഈ ഹദീസ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അപ്രകാരം ഒട്ടനവധി ഗുണപാഠങ്ങൾ ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് പഠിക്കാം. ഇനി ഈ ഒരു അധ്യായത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ സൂറത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്.
ഒന്നാമത്തേത് ബയാനു അലാഖത്തി അഹ്ലിൽ കിതാബ് വൽ മുശ്രികീന ബിരിസാലത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൗഖിഫുഹു മിൻഹാ. അഥവാ വേദക്കാരും മുശ്രികീങ്ങളുമായുള്ള ആളുകൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിനോട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് അവർ പെരുമാറിയിട്ടുള്ളത് എന്ന കാര്യം ഈ അധ്യായം പ്രകടമാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം തഹ്ദീദുൽ ഹദ്ഫ് അൽ ജൗഹരി മിനദ്ദീൻ വൽ ഈമാൻ ഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹി അസ്സ വജൽ. അഥവാ ഒരു മനുഷ്യന്റെ വിശ്വാസവും ആചാരങ്ങളുമെല്ലാം അത് മൂർച്ചയാക്കി വെക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കി വെക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന ആരാധനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ ആരാധനയുടെ നിഷ്കളങ്കതയെ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം രണ്ടാമതായി കൊണ്ട് പറയുന്നു. മൂന്നാമതായി കൊണ്ട് തൗദീഹു മസീരി കുല്ലി മിനൽ കുഫാരിൽ മുജ്രിമീനൽ അഷ്ഖിയ ശർറുൽ ബരിയ. അഥവാ കുറ്റവാളികളും നിഷേധികളുമായി കൊണ്ട് ദൗർഭാഗ്യം വരിച്ച സകല മനുഷ്യരുടെയും നാശം അത് ശർറുൽ ബരിയയായിക്കൊണ്ടായിരിക്കും, അഥവാ കുറ്റം വരിക്കുന്നവരായിക്കൊണ്ട് പരലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അതേപോലെ വൽ മുഅ്മിനീനൽ അത്ഖിയാ ഇസ്സുഅദാ ഖൈറുൽ ബരിയ. വിശ്വാസം അടിയുറപ്പിച്ച് ശരിയായ ആരാധനാ കർമ്മങ്ങളോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളാകട്ടെ അവർ ഖൈറുൽ ബരിയായിക്കൊണ്ട് സജ്ജനങ്ങളായിക്കൊണ്ട് പരലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ വ്യക്തമാക്കുകയാണ് മൂന്നാമത്തെ ഭാഗത്തിലായി ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വചനം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ആയത്തിന്റെ അർത്ഥം വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നത് വരെ അവിശ്വാസത്തിൽ നിന്നും അവർ വേറിട്ട് പോരുന്നവരായിട്ടില്ല. ലം യകുനിൽ ലദീന കഫറു, നിഷേധികളായുള്ള ആളുകൾ ആയിട്ടില്ല. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകാരിൽ നിന്നും വേദക്കാരിൽ നിന്നും, വൽ മുശ്രികീന, ബഹുദൈവ വിശ്വാസികളിലും പെട്ട, അഥവാ ബഹുദൈവ വിശ്വാസികളിലും അഹ്ലി കിതാബുകാരിലും പെട്ട നിഷേധികളായുള്ള ആളുകൾ ആയിട്ടില്ല. എന്തായിട്ടില്ല? മുൻഫക്കീന, വേറിട്ട് പോരുന്നവരായിട്ടില്ല. അപ്പോൾ വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ അവരുടെ അവിശ്വാസത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ശിർക്കിൽ നിന്നും വേറിട്ട് പോരുന്നവരായിട്ടില്ല എന്നാണ്. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടുന്നത് വരെ എന്നാണ്. ഇനി രണ്ടാമത്തെ വചനം റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹറ, അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതിക്കേൾപ്പിക്കുന്ന അള്ളാഹുവിങ്കിൽ നിന്നുള്ളൊരു ദൂതൻ അവരിലേക്ക് വരുന്നത് വരെ. റസൂലുൻ, ഒരു ദൂതൻ അവരിലേക്ക് വരുന്നത് വരെ. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള. യത്ലു, ആ ദൂതൻ അവർക്ക് ഓതിക്കേൾപ്പിക്കുന്നു. എന്താണ് ഓതിക്കേൾപ്പിക്കുന്നത്? സുഹഫൻ മുതഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ. മൂന്നാമത്തെ ആയത്ത് ഫിഹാ കുതുബുൻ ഖയ്യിമ, അവയിൽ അഥവാ ആ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണ് ഉള്ളത്. ഫിഹ, ആ ഏടുകളിൽ, കുതുബുൻ, ഏടുകളാണുള്ളത്, ഖയ്യിമത്തുൻ, വക്രതയില്ലാത്ത അല്ലെങ്കിൽ ചൊവ്വായ. ഇവിടെ ഒന്നാമത്തെ വചനത്തിൽ പരാമർശിക്കപ്പെട്ട അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ വേദക്കാർ എന്ന ആ ഒരു വിശേഷണം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന വേദങ്ങൾ നൽകപ്പെട്ട ആളുകളാണ്. അൽ യഹൂദ് വൻ നസ്വാറ, യഹൂദികളും നസ്രാനികളുമാണ്. അൽ യഹൂദ് ലഹുമുത് തൗറാത്ത്, യഹൂദികൾക്ക് തൗറാത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. വൻ നസ്വാറ ലഹുമുൽ ഇൻജീൽ, നസ്രാനികൾക്ക് ഇൻജീലും നൽകപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അൽ മുശ്രിക്കൂൻ എന്ന് പ്രതിപാദിച്ചു. അമ്മൽ മുശ്രിക്കൂൻ ഫഹും അബദത്തുൽ ഔസാൻ മിൻ കുല്ലി ജിൻസിൻ, മുശ്രിക്കീങ്ങൾ എന്നവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ ആരാധിക്കുന്ന ആളുകളാണ്. അവരെയാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അത് എല്ലാ വർഗത്തിലും പെട്ട ആളുകളാണ്. അത് യഹൂദികളിൽ നിന്നാകട്ടെ, നസ്രാനികളിൽ നിന്നാകട്ടെ, അതല്ലാത്ത ബാക്കിയുള്ള ഏതെങ്കിലും ജനവിഭാഗങ്ങളിൽ നിന്നാകട്ടെ, അവരെല്ലാം ആ ഒരു വിഭാഗത്തിൽ വരുമെന്നാണ്. മിൻ ബനി ഇസ്രായേൽ വ മിൻ ഗൈരിഹി, ഇസ്രായേലിൽ നിന്നാകട്ടെ അതല്ലാത്തവരിൽ നിന്നാകട്ടെ, ആരാണെങ്കിലും അല്ലാഹു അല്ലാത്ത മറ്റെന്തിനെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം മുശ്രിക്കീങ്ങളായിക്കൊണ്ട് ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നാണ്. ഇവിടെ ഈ 3 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച കാര്യം എന്താണെന്നാൽ, യാതൊരു തരത്തിലുള്ള വക്രതയോ സംശയങ്ങളോ ഒന്നും ഇല്ലാത്ത വിധം വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ
മനുഷ്യബുദ്ധിക്കും ജീവിതശൈലിക്കും അനുയോജ്യമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അത് ഓതിക്കേൾപ്പിക്കുന്ന ഒരു പ്രവാചകൻ വളരെ സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നത് വരെയും മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട വേദക്കാരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും ആരും തന്നെ സത്യം മനസ്സിലാക്കുവാനും യാഥാർത്ഥ്യം തിരിച്ചറിയുവാനും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ കൃത്യമായ ആശയത്തിൽ അടിയുറച്ചു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെയും ആ വേദഗ്രന്ഥങ്ങൾ തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കൂട്ടിക്കലർത്തിയും വെട്ടിത്തിരുത്തിയും അവർ അവരുടെ ദുർമാർഗത്തിലും ബഹുദൈവ വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുകയും ഒക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിക്കപ്പെട്ടതിന് ശേഷമാണ് ജനങ്ങൾ സത്യം മനസ്സിലാക്കി തുടങ്ങിയതും കൃത്യമായ വിശ്വാസത്തിലേക്കും ആരാധനയിലേക്കും അവർ വന്നെത്തുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടും വീണ്ടും അവിശ്വാസത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന ധിക്കാരികളും തെമ്മാടികളുമായ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നാൽ തെറ്റിദ്ധാരണകളിലും ആശയക്കുഴപ്പങ്ങളിലും നിലകൊള്ളുന്ന മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് വഴിതെളിയിക്കുകയും തങ്ങളുടെ ലക്ഷ്യവും മാർഗവും തിരിച്ചറിഞ്ഞ് പരലോകമോക്ഷം കരസ്ഥമാക്കാൻ ഉതകും വിധത്തിൽ ജീവിതം ക്രമീകരിക്കണമെന്ന ബോധം മനുഷ്യർക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യാനാണ്. ശേഷം രണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹഫൻ മുതഹറ അഥവാ ശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് വിശുദ്ധ ഖുർആനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തും വായനയും അറിയാത്ത ആളായതുകൊണ്ട് തന്നെ അവിടുന്ന് ഏട് നോക്കി വായിച്ചു കൊടുക്കുക എന്നൊരു രീതി ഒരിക്കലും തന്നെ സാധ്യമല്ല. ഓരോ സന്ദർഭങ്ങളിലും ഇറക്കപ്പെടുന്ന വഹി അപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയസ്ഥമാക്കുകയും അങ്ങനെ പിന്നീട് അത് ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത് മുഖേന സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള എഴുത്തുകാർ അത് ഏടുകളിൽ എഴുതിയെടുക്കുകയും പിന്നീട് അത് സൂക്ഷിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യത്ലു സുഹഫൻ മുതഹറ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്നു എന്ന് അള്ളാഹു പരാമർശിച്ചത്. അപ്രകാരം ആ വേദഗ്രന്ഥത്തിൽ അടങ്ങിയ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് കുതുബുൻ ഖയ്യിമ ചൊവ്വായ ലിഖിത രേഖകൾ എന്ന് ശേഷം മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും മനുഷ്യന്റെ ലക്ഷ്യം വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ തീർത്തും അശ്രദ്ധമായി ഭൂമിയിൽ വസിക്കുകയും പരലോകം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന ആളുകളാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും ഉള്ളത് എന്നാണ്. മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേദഗ്രന്ഥങ്ങളോട് തീരെ പരിചയമില്ലാത്തതിനാൽ തന്നെ അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളോട് പരിചയമുള്ള അഹ്ലി കിതാബുകാർ ഈ വേദഗ്രന്ഥത്തോട് അഥവാ വിശുദ്ധ ഖുർആനിനോട് അപരിചിതത്വം വെച്ചു പുലർത്തുകയും അതിനെ നിഷേധിക്കുകയും ചെയ്തത് തീർത്തും അവരുടെ ധിക്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പോലും പരാമർശിക്കപ്പെട്ട പ്രവാചകൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേവലം ചില മുടന്ത് ന്യായങ്ങളും ഭൗതിക കാരണങ്ങളും പറഞ്ഞ് സ്വദേഹങ്ങളെ ധിക്കാരത്തിൽ അടിയുറപ്പിക്കുകയാണ് അവരിലെ ഭൂരിപക്ഷവും ചെയ്തത് എന്നാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ശേഷിയും അവർക്കുണ്ടായിരുന്നുവെന്നും കാര്യങ്ങൾ അവർക്ക് മുന്നിൽ കൃത്യവും വ്യക്തവുമായി പ്രദർശിക്കപ്പെട്ടതിന് ശേഷവുമൊക്കെയാണ് അവർ ഭിന്നിച്ച് മാറിക്കളഞ്ഞത് എന്ന് ശേഷമുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. നാലാമത്തെ വചനം വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന വേദം നൽകപ്പെട്ടവർ അവർക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല എന്ന. വമാ തഫറഖ അവർ ഭിന്നിച്ചിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ ആരെയും വേദഗ്രന്ഥം നൽകപ്പെട്ടവരായുള്ള ആളുകൾ എപ്പോഴല്ലാതെ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ. വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർ ഭിന്നിക്കുകയുണ്ടായിട്ടുള്ളത്. അഞ്ചാമത്തെ വചനം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിമ കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ
അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് നൽകുവാനുമല്ലാതെ അവരോട് മറ്റൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് വക്രതയില്ലാത്ത മതമായിട്ടുള്ളത് എന്ന്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുവാനും അത് മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ടും ഹുനഫാഅ, ഋജുമനസ്കരായിക്കൊണ്ടും മാത്രമാണ് അവർ അല്ലാഹുവിന് ആരാധന നൽകേണ്ടത്. അതിന്റെ കൂടെ വയഖീമുസ്സലാ, നമസ്കാരം കൃത്യമാക്കണം, അത് നിലനിർത്തണം. വയുഅ്തുസ് സക്കാ, സക്കാത്ത് കൊടുക്കണം. ഈ കാര്യങ്ങൾ മാത്രമാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാകുന്നു വക്രതയില്ലാത്ത മതമെന്നാണ്. അപ്പോൾ തങ്ങൾ നിലകൊള്ളുന്ന ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും നിഷേധ മനോഭാവങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും വിശ്വാസങ്ങളും ആചാരങ്ങളും കൃത്യമാക്കുവാനും ഋജുമനസ്കരായി അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ ആരാധനകൾ കൊണ്ട് മടങ്ങുന്ന വിശ്വാസികളായി മാറുവാനുമൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുന്നത്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ പ്രവാചകൻ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ യാതൊരു പൊരുത്തക്കേടുമില്ല എന്നും കൈകടത്തലുകൾക്ക് വിധേയമാകുന്നതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുടെ അതേ അടിസ്ഥാനത്തിലേക്ക് മടങ്ങിയാൽ ഷിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ വേദഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. അപ്രകാരം എല്ലാ തിന്മകളുടെ വഴികളിൽ നിന്നും ദുർമാർഗങ്ങളിൽ നിന്നും ഋജുവായ പാതയിലേക്ക് പ്രവേശിക്കുന്നവരെയാണ് ഹുനഫാ അഥവാ ഋജുമനസ്കർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം അത് നരകം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ശാശ്വതമായുള്ള നഷ്ടം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ നന്മകൾ കണ്ടെത്തുവാനും അതിലേക്ക് പ്രവേശിക്കുവാനും മനുഷ്യൻ എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. വിശ്വാസം സ്വീകരിക്കാനും അള്ളാഹുവിനെ തിരിച്ചറിയുവാനും പ്രവാചകരെ പിന്തുടരാനുമുള്ള തൗഫീഖ് ലഭിച്ചതിന് തുടർച്ചയായി അള്ളാഹുവിനോട് ഹംദുകൾ അർപ്പിക്കുവാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുവാനും അത് ഊട്ടിയുറപ്പിക്കുവാനും നിരന്തരം നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദീനിനനുസൃതമായി വസിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതിലുപരി ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.